നമ്മുടെ ഗൂഗിൾ പേയുടെ പ്രൊഫൈൽ പിക്ചർ നമുക്കെങ്ങനെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മുടെ മൊബൈലിനകത്തുള്ള ഗൂഗിൾ പേ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള അവരുടെ ഹോം പേജിലോട്ടാണ് എത്തുക. അപ്പോൾ ഈ ഹോം പേജിൽ നമുക്ക് റൈറ്റ് ടോപ്പിൽ പ്രൊഫൈൽ ഐക്കൺ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൃത്യമായിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ പേജിൽ നമുക്ക് താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഏരിയ കാണാനായിട്ട് കഴിയും. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൂഗിൾ പേ സെറ്റിങ്സിലോട്ട് നമ്മളൊന്ന് കയറുക. അപ്പോൾ ഈ സെറ്റിങ്സിൽ നമുക്കിവിടെ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ആ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ പേഴ്സണൽ ഇൻഫോയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഇമേജ് നമുക്ക് കാണാനായിട്ട് കഴിയും, നിലവിൽ ആഡ് ചെയ്തിട്ടുള്ള. അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് താഴെ ഒരു എഡിറ്റ് ഐക്കൺ കൂടി കാണാനായിട്ട് കഴിയും. നമ്മൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ചൂസ് ഫ്രം ഫോൺ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലോട്ട് പോകും. ആ ഗാലറിയിൽ നിന്ന് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫൈൽ ഫോട്ടോ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നതാണ്. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ ലോഡ് ആവുന്നത് കാണാം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പുതിയ പ്രൊഫൈൽ ഇമേജ് ഇവിടെ ആഡ് ആവുന്നത് കാണാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.